നോക്കാൻ പോകുന്നത് ലീനിയർ ഫിൽറ്ററിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ ലീനിയർ ഫിൽറ്ററിംഗ് അല്ലെങ്കിൽ സെക്ഷൻഡ് കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് സീക്വൻസ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഇൻപുട്ട് സീക്വൻസ് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണെങ്കിൽ അതിനെ സബ് സീക്വൻസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ ലീനിയർ കൺവല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനെയാണ് സെക്ഷൻഡ് കൺവല്യൂഷൻ എന്ന് പറയുന്നത്. സോ അതിൽ രണ്ട് മെത്തേഡ്സ് ആണ് സെക്ഷൻഡ് കൺവല്യൂഷനിലുള്ളത്. ഒന്ന് ഓവർലാപ്പ് സേവ് മെത്തേഡ്, രണ്ടാമത്തത് ഓവർലാപ്പ് ആഡ് മെത്തേഡ്. സോ ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന ഓവർലാപ്പ് സേവ് മെത്തേഡ്. സോ അതിന് വേണ്ടിയിട്ട് രണ്ട് സീക്വൻസ് കൺസിഡർ ചെയ്യുക. എക്സ് ഓഫ് എൻ ഈക്വൽസ് 1 3 2 0 0 1 ആൻഡ് ഇമ്പൾസ് സീക്വൻസ് എച്ച് ഓഫ് എൻ ഈക്വൽസ് 1 1 2. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട് സീക്വൻസ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഇൻപുട്ട് സീക്വൻസിൽ നിന്ന് സബ് സീക്വൻസുകൾ ഫോം ചെയ്യുക. സോ സബ് ബ്ലോക്സ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ സബ് സീക്വൻസിന്റെയും ബ്ലോക്ക് സൈസ് കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഓരോ സബ് സീക്വൻസിന്റെയും ബ്ലോക്ക് സൈസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എൻ ആണ്. എൻ ഈക്വൽ ടു 5 എന്ന് അസ്യൂം ചെയ്യുക. നോർമലി 5 or 6 ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ എൻ ഈക്വൽ ടു 5 എന്ന് അസ്യൂം ചെയ്യുക. സോ നമ്മൾ ഫസ്റ്റ് സീക്വൻസ് എക്സ് ഓഫ് എന്നിൽ നിന്നുള്ള ഫസ്റ്റ് സബ് സീക്വൻസ് x1 ഓഫ് എൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ ഫസ്റ്റ് എന്ന് പറയുന്നത് m-1 സീറോസ്, ദെൻ രണ്ടാമത്തെന്ന് പറയുന്ന എൽ ന്യൂ ഡേറ്റ പോയിന്റ്സ് ഫ്രം എക്സ് ഓഫ് എൻ. ഇതാണ് അതിന്റെ ഫോർമുല. ഓക്കെ, സോ ഇതിനകത്ത് എം എന്ന് പറയുന്നത് ഇമ്പൾസ് സീക്വൻസിന്റെ ലെങ്ത് ആണ്, m ഈക്വൽ ടു 3. ആൻഡ് ഈ എൽ എന്ന് പറയുന്നത് എൽ ഇസ് ഗിവൺ ബൈ n plus m minus 1. Okay, sorry, n minus m plus 1. So n എന്ന് പറയുന്ന ബ്ലോക്ക് സൈസ് നമ്മൾ 5 എന്ന് എടുത്തിട്ടുണ്ട്. 5 minus m ന്റെ വാല്യൂ 3 plus 1. So it is given by 3. അപ്പോൾ നമ്മൾ എടുക്കേണ്ട എക്സ് ഓഫ് എന്നിൽ നിന്ന് സബ് സീക്വൻസുകൾ ഫോം ചെയ്യാനായിട്ട് മൂന്ന് ഡേറ്റ പോയിന്റ്സ് വീതം വേണം എക്സ് ഓഫ് എന്നിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട്. സോ ഫസ്റ്റ് സബ് സീക്വൻസ് നോക്കാം. x1 ഓഫ് n ഈക്വൽ ടു m-1 സീറോസ്. m ന്റെ വാല്യൂ 3 ആണ്. സോ 3 minus 1, 2 zeros will be the first two samples. Then L new data points, 3 samples from x of n, 1 3 2. Okay, 1 3 2. So this will be our first subsequence. രണ്ടാമത്തെ സബ്സീക്വൻസ് x2 of n will be equal to, ഇവിടെ m-1 സീറോസ് ആയിരുന്നു സ്റ്റാർട്ടിങ്. ഇവിടെ എഴുതുന്നത് ലാസ്റ്റ് m-1 ഡേറ്റ പോയിന്റ്സ് ഫ്രം x1 of n. x2 ഫോം ചെയ്യാൻ x1 ആയിരിക്കും റെഫറൻസ്. ഇനി x3 ഉണ്ടെങ്കിൽ x2 ആയിരിക്കും റെഫറൻസ്. ദെൻ പിന്നെ വരുന്നത് l new points, l new data points from x of n. So it will be equal to m-1, 3 minus 1, 2. Last 2 points from x1 of n. So 3, 2, l new points. L ന്റെ വാല്യൂ 3 ആണ്. നമ്മൾ ഓൾറെഡി 2 വരെ എടുത്തു കഴിഞ്ഞു. അടുത്ത 3 സീക്വൻസ് 0, 0, 1. So this will be our x2 of n. ഇനി നമുക്ക് സബ് സീക്വൻസുകൾ ഫോം ചെയ്യേണ്ട, കാരണം എപ്പോഴാണോ എക്സ് ഓഫ് എന്നിലെ എല്ലാ സാമ്പിൾസും സബ് സീക്വൻസിലേക്ക് എടുക്കുന്നത് അതുവരെ നമ്മൾ ചെയ്യുക, എന്നിട്ട് ബ്ലോക്ക് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പൊ സപ്പോസ് ഇനി ഒരു എലമെന്റും കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ നമുക്കൊരു x3 ഓഫ് എന്നും കൂടി വന്നേനെ. സോ ഇതാണ് നമ്മുടെ രണ്ട് സബ് സീക്വൻസ്. ഇനി നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം, ഇമ്പൾസ് സീക്വൻസ് എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് 3 സാമ്പിൾസ് മാത്രമുള്ള ഇമ്പൾസ് സീക്വൻസ് ആണ്. നമ്മൾ ഇവിടെ ഓവർലാപ്പ് സേവ് ആണെങ്കിലും ആഡ് മെത്തേഡ് ആണെങ്കിലും ചെയ്യുന്നത് ലീനിയർ കൺവല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സർക്കുലർ കൺവല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സർക്കുലർ കൺവല്യൂഷനിൽ നമുക്ക് അറിയാം, നമുക്ക് കൺവല്യൂട്ട് ചെയ്യണമെങ്കിൽ രണ്ട് സീക്വൻസിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുക, x1ന്റെയും x2ന്റെയും സൈസ് എന്ന് പറയുന്നത് 5 ആണ്. ഏതാ ബ്ലോക്ക് സൈസ് n ഈക്വൽ ടു 5 ആണ്. അപ്പൊ h ഓഫ് n ന്റെ ബ്ലോക്ക് സൈസും എന്തായിരിക്കണം? 5 ആയിരിക്കണം. നമുക്ക് ഓൾറെഡി 3 എലമെന്റ്സ് അതിനകത്തുണ്ട്, 1, 1, 2. ഷോർട്ടേജ് ഉള്ള രണ്ട് സീക്വൻസ് സാമ്പിൾ സീക്വൻസിൽ എന്ത് ചെയ്യുക? 2 സീറോസ് പാഡ് ചെയ്യുക. സോ നമുക്ക് ഈ 3 സീക്വൻസ് ആണ് നമ്മൾ സർക്കുലർ കൺവല്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സർക്കുലർ കൺവല്യൂഷൻ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഐദർ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് രണ്ട് സബ് സീക്വൻസുകളുണ്ട്. സോ കറസ്പോണ്ടിംഗ്ലി നമുക്ക് രണ്ട് ഔട്ട്പുട്ട് സീക്വൻസ് ആണ് കിട്ടുന്നത്, y1 of n y2 of n.
y1 of n എന്ന് പറഞ്ഞാൽ x1 of n convolution h of n and y2 of n എന്ന് പറയുന്നത് x2 of n convolution circular convolution h of n. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾ കൺവല്യൂഷൻ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഔട്ട്പുട്ട് സീക്വൻസ് മാത്രമേ ഇതിനകത്ത് എഴുതുന്നുള്ളൂ. y1 of n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ 8 4 1 4 7 and y2 of n is given by 4 7 8 4 1. So this will be the two output sequences. So ഇത് രണ്ടും സർക്കുലർ കൺവല്യൂഷൻ ഔട്ട്പുട്ട് ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ ലീനിയർ കൺവല്യൂഷൻ ഔട്ട്പുട്ട് y of n കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ y of n എന്ന് പറഞ്ഞാൽ എല്ലാ ഔട്ട്പുട്ട് സീക്വൻസിൽ നിന്നും റിമൂവ് ഫസ്റ്റ് m-1 data points. Remove first m-1 data points. Then പിന്നെന്താണ് join other elements in order. അതായത് y1 എടുത്താൽ y1 y2 y3 ആ ഓർഡറിൽ തന്നെ പോണം, ഓർഡർ ഷഫിൾ ചെയ്യാൻ പാടില്ല. സോ റിമൂവ് ഫസ്റ്റ് m-1 ഡേറ്റ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എമ്മിന്റെ വാല്യൂ 3 ആണ്, 3 - 1 2. അപ്പോ എല്ലാ ഔട്ട്പുട്ട് സീക്വൻസിൽ നിന്നും ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് വേണ്ട. ഓക്കെ, ഇപ്പൊ ഇനി ഒരു y3 of n ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ നിന്നും ആദ്യത്തെ രണ്ടെണ്ണം എന്ത് ചെയ്യുക? റിമൂവ് ചെയ്ത് കളയുക. ബാക്കിയുള്ളതിന് അതേ ഓർഡറിൽ എഴുതി വെക്കുക. സോ y of n എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു എന്താ? 147 147 841 841. Okay, this will be the final linear convolution output of x of n and h of n. സോ ഇതിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് ഇത് ഔട്ട്പുട്ട് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലീനിയർ കൺവല്യൂഷനിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്യാം. സേ ടാബുലർ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ DFT യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഓവർലാപ്പ് സേവ് മെത്തേഡ്.